ആദ്യമായല്ല പി.സി. ജോർജ് വിദ്വേഷ പരാമർശം നടത്തുന്നതും നിയമ നടപടി നേരിടേണ്ടി വരുന്നതും. 3 വർഷം മുൻപ് തിരുവനന്തപുരത്ത് നടന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം മുതൽ ഏറ്റവും ഒടുവിൽ ചാനൽ ചർച്ച വരെ നീളുന്നു ജോർജിന്റെ വിദ്വേഷ പരാമർശങ്ങൾ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പി.സി. ജോർജിന്റെ രാഷ്ട്രീയ ലൈൻ മാറിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോർജ് ദയനീയമായി തോൽക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് തീവ്ര നിലപാടാണ് പലപ്പോഴും ജോർജ് സ്വീകരിച്ചത്. 2022 ഏപ്രിൽ 30 തിരുവനന്തപുരത്ത് നടന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ വിദ്വേഷ പരാമർശത്തിലാണ് ജോർജ് ആദ്യം അറസ്റ്റിലാകുന്നത്. ജാമ്യത്തിലിറങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എറണാകുളം വെണ്ണലയിൽ സമാന രീതിയിൽ പ്രസംഗിച്ചതോടെ കോടതി ജാമ്യം റദ്ദാക്കുകയും വീണ്ടും അറസ്റ്റിലാകുകയും ചെയ്തു. ഇന്ത്യ എന്ന ഹിന്ദുസ്ഥാനെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കണം, മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ പലതും നടക്കുന്നുണ്ട് തുടങ്ങിയ പരാമർശങ്ങളും ജോർജ് നടത്തി. ഒരു സ്വകാര്യ ചാനലിൽ ഇക്കഴിഞ്ഞ ജനുവരി 6 നടത്തിയ പരാമർശത്തിലാണ് ഇപ്പോൾ ജോർജ് കുടുങ്ങിയത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ മതവർഗീയവാദികളാണെന്നായിരുന്നു ചർച്ചയിൽ ജോർജിന്റെ പരാമർശം. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി നിരീക്ഷിച്ചത് ജോർജിനി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ യോഗ്യനല്ലെന്നായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.